ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഹോളണ്ടിലാണ് ഉള്ളത്. ഹോളണ്ടിലെ ഞങ്ങളെ റൂമാണിത്. ഇത് റൂമിൻ്റെ ബാൽക്കണിയാണ്. ഒരു സീ സൈഡിലാണ് ഹോട്ടൽ. അതുകൊണ്ട് ഇവിടുന്ന് എന്താ പറയുക, കടലിൻ്റെ തിരമാലകളെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇപ്പം സമയം 7:30 ആയി. ഞാൻ എൻ്റെ മോർണിംഗ് കോഫി കുടിക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചു തരാം. So this is our room. Nothing fancy about it. ഒരു നോർമൽ റൂം. ഇനിയിപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് വി നീഡ് ടു മൂവ് ഓൺ. അങ്ങനെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ കാണുന്നത് ഹോളണ്ടിലൊരു സിറ്റിയാണ്. അതിലെ ട്രാഫിക്കും കാര്യങ്ങളാണ്. ബട്ട് മിനിയേച്ചർ. വെൽക്കം ടു മഡോറ. നെതർലാൻഡ്സ് എന്ന് പറഞ്ഞൊരു രാജ്യം മൊത്തത്തിലൊരു മിനിയേച്ചറാക്കി കൺവേർട്ട് ചെയ്ത എങ്ങനെയിരിക്കോ അതാണ് ഈ മഡോറ ഡാം. അതും വിത്ത് സൗണ്ടാണ്. വണ്ടി പോകുന്നതിന്റെ സൗണ്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ട് കാണാൻ. ഇത് അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ്, കോൾഡ് ഫ്ലൈയിങ് ഡച്ച്മാൻ. ഇതൊരു 4D ഷോ ആണ്. ഈ ഒരു ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നെതർലാൻഡ്സിന്റെ സിറ്റീസും ഫേമസ് സ്പോട്ടൊക്കെ കാണാൻ പറ്റും വിത്ത് 4D എഫക്ട്സ് ആൻഡ് സൗണ്ട്. Ladies and gentlemen, the situation is under control. എന്തായാലും സംഭവം കലക്കി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം വി ക്വിക്ലി മൂവ്ഡ് ഓൺ ടു അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. നെതർലാൻഡ്സിന്റെ ഒരു ട്രേഡ് മാർക്കാട്ടോ ഈ വിൻമിൽസ്. റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള വിൻമിൽസ് കാണാൻ പറ്റും. ഇതാണ് അവിടുത്തെ കൂൺ ടണൽ. ആംസ്റ്റർഡാം നോർത്ത് സീ കനാലിന്റെ അടിയിലൂടെയാണ് ഈ ടണൽ പോകുന്നത്. വിച്ച് മീൻസ് ഈ ടണലിന്റെ മേലെ ഫുൾ വെള്ളമാണ്. So this is our next destination, the Sanse Chance. Sanse Chance എന്ന് പറഞ്ഞ ഒരു വില്ലേജ്, ഹാബിറ്റഡ് വില്ലേജ് ആണ്. അവിടുന്ന് ആളുകളെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഫാക്ടറി പോലെയുള്ള ഒരു സെറ്റപ്പിലോട്ട് വന്നു. ഇവിടെ ഫാമിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉള്ളത് ക്ലോക്ക് ഷൂ ഫാക്ടറി ഓഫ് സാൻസെ ചാൻസ്. പണ്ട് ഇവിടുത്തെ ഫാമേഴ്സും ഹാർഡ് ലേബർ ചെയ്യുന്ന ആൾക്കാരൊക്കെയായിരുന്നു ക്ലോക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർ സം പ്രാക്ടിക്കൽ റീസൺസ്. ഇപ്പൊ ഇത് ഡച്ച് കൾച്ചറിന്റെ തന്നെ ഒരു പാർട്ടായി മാറി. ഇത് കണ്ടോ, ഡയമണ്ട് ക്ലോക്ക് വരെ ഇവിടെയുണ്ട്. പിന്നെ ക്ലോക്ക് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ആദ്യം ഒരു മരത്തിന്റെ പീസ് എടുക്കുന്നു, പിന്നെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ മെഷീനിൽ വെക്കുന്നു, 2 കറക്കം കറക്കുന്നു, ഷേപ്പ് ആക്കുന്നു, സാധനം റെഡി. ക്ലോക്കിന്റെ കുറേ ടൈപ്സ് ഓഫ് സോവിനിയേഴ്സ് അവിടെ ഉണ്ട്. ക്ലോക്ക് ഷേപ്പിലുള്ള ബോട്ടിൽ ഓപ്പണർ, ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഇവൺ ആക്ച്വൽ ഷൂസ് അടക്കം നമുക്ക് വാങ്ങിക്കാം. അതിനുശേഷം നമ്മൾ നേരെ വന്നത് അവിടെ തന്നെയുള്ള ചീസ് ഫാക്ടറിയിലാണ്. നമ്മൾ കുറച്ച് ചീസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ ചീസ് ഭയങ്കര ഫേമസും ഭയങ്കര ടേസ്റ്റിയാന്നാണ് പറഞ്ഞത്. സോ ടേസ്റ്റ് നോക്കണം, പിന്നെ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കണം. ആസ് യു നോ, ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ചീസാണ് ഡച്ചുകാരുടെ ചീസ്. പിന്നെ ഈ യെല്ലോ കളറിൽ കാസ്ട്രോൾ പോലെ കാണുന്നത് ചീസ് വാക്സിൽ കവർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്തതാട്ടോ. പിന്നെ ചീസ് മേക്കിംഗ് പ്രോസസ്സും അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചീസിന്റെ കഥ കേൾക്കുന്നതിലും ഇഷ്ടം ചീസ് ടേസ്റ്റ് ചെയ്യാനാണല്ലോ. സോ ഐ സ്റ്റാർട്ടഡ് ടേസ്റ്റിംഗ്. ഇത് ഫാമേഴ്സ് ചീസാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ. ഫാമേഴ്സ് ചീസ് വാസ് ഔട്ട് ഓഫ് ദി വേൾഡ്. ഓറഞ്ച് ചീസ്. ഇത് ബിയർ ചീസ് ആണ് കേട്ടോ. ബിയറിന്റെ അതേ ടേസ്റ്റ്. ഇത് ഓർഗാനിക് റെഡ് ചില്ലി, കുറച്ച് ഗ്രീൻ പെപ്പർ, ഗ്രീൻ കളറുണ്ട്, ബ്ലാക്ക് ഗാർലിക്. ഇത്രയും വെറൈറ്റീസ് ഞാൻ കൗ ചീസ്, റെഡ് പെപ്പർ, ഗോൾഡ് ചീസ്, ലാവൻഡർ. അടുത്ത് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ വിസ്കി ചീസ്. വിസ്കിയുടെ ജ്യൂസ്. അതെ, അതിന്റെ ടേസ്റ്റ് മാറ്റി ഇത് നോക്കാൻ. പ്യുവർ പെർഫെക്ഷൻ ചീസ്. ഞാൻ തീരെ വിചാരിക്കാത്ത പല ടൈപ്സ് ചീസ്. ബിയർ ചീസ് ഞാൻ ഞെട്ടിപ്പോയി. കറക്റ്റ് ബിയറിൻ്റെ അതേ ടേസ്റ്റ്. അങ്ങനെയുള്ള ഒരു ചീസ് ഉണ്ട് തന്നെ അറിയില്ല. കുറേ വെറൈറ്റീസ് കേട്ടോ. ഇപ്പോൾ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും
ഇഷ്ടപ്പെട്ട ഫാമേഴ്സ് ചീസാണ്. നല്ല ടേസ്റ്റ്. ഫാമേഴ്സ് ചീസാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. ബെസ്റ്റ് സെല്ലർ പോലെ. ബിയർ ചീസ് ഒന്ന് കാണിച്ചു കൊടുക്കാറ്. എന്താണ് ബിയർ ചീസ്? എക്സാക്ട് ബിയറിന്റെ ടേസ്റ്റ് തന്നെ. ബിയർ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കഴിക്കാം. പിന്നെ ഈ ചീസ് വെച്ച് ഫിറ്റ് ആവുമെന്ന് അറിയില്ല. അവർ ചീസ് സെർവ് ചെയ്തുകൊണ്ടേയിരുന്നു ആൻഡ് ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം അൺലിമിറ്റഡ് ടേസ്റ്റിംഗ് ആട്ടോ. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ടു ടേസ്റ്റ് ദ വേൾഡ് ഫേമസ് ഡച്ച് ചീസ്. അങ്ങനെ ചീസ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി ആൻഡ് ഈ കാണുന്നത് സാൻഷെ ഷാൻസിന്റെ മറ്റൊരു പോർഷനാണ്. ഇവിടെ ഒരു ലേക്കും പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ഫാമിംഗ് ഒക്കെ ഉണ്ട്. ആൻഡ് ഈ കാണുന്നതാണ് ട്രഡീഷണൽ ഡച്ച് വിൻഡ്മിൽസ്. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് വി മൂവ്ഡ് ഓൺ. നെതർലാൻഡ്സിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഡച്ച് ആണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ഇവിടുത്തെ ആളുകൾക്ക് സൈക്കിൾസിനോടുള്ള ഇഷ്ടമാണ്. ഇൻഫാക്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഇവിടെയുള്ള ആൾക്കാരുടെ എണ്ണത്തിനെക്കാട്ടിയും കൂടുതൽ ഇവിടുത്തെ സൈക്കിൾസ് ആണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് തന്നെ അല്ലേ. ആൻഡ് ഫൈനലി വി റീച്ച്ഡ് ആംസ്റ്റർഡാം. ഇനി ആംസ്റ്റർഡാം സിറ്റി കൂടിയുള്ള വാക്കാണ്. നടക്കാൻ പറ്റാത്ത അവസ്ഥ. എവിടെ നോക്കിയാലും ആൾക്കാർ സൈക്കിൾ ഓടിക്കുന്നതാണ്. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിൽ കണ്ടോ സൈക്കിൾ ഓടിക്കുന്ന ആൾക്കാർ. എവിടെ നോക്കിയാലും ആൾക്കാർ സൈക്കിൾ ഓടിക്കുന്നത് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടിട്ട് സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ആഗ്രഹം വരുന്നത്. ഇത് ആംസ്റ്റർഡാമിൻ്റെ സിറ്റി സെൻറ്റർ ആണ്. ആ ദൂരെ റെഡ് കളറിൽ കാണുന്നത് ആംസ്റ്റർഡാം സിറ്റി റെയിൽവേ സ്റ്റേഷനാണ്. ഇത് കാണുമ്പോൾ മുംബൈ CST പോലെ. ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ട്രാംസ് ആണ്. ആൻഡ് വി കെപ്റ്റ് വാക്കിംഗ്. ഓരോ പുതിയ നഗരങ്ങളിൽ എത്തുമ്പം അവിടുത്തെ സ്ട്രീറ്റിലൂടെയുള്ള ഈ വാക്ക് അതായിരിക്കും ഒരു ദിവസത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട്. നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആംസ്റ്റർഡാമിന്റെ സിറ്റിയിലെ ഒരു റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലത്ത് കൂടിയാണ്. കാരണം ഇതിന് രണ്ട് സൈഡും കംപ്ലീറ്റ്ലി വളരെ സുലഭമായി കിട്ടുന്ന സ്ഥലം. പിന്നെ അതുപോലെ ബാക്കി എല്ലാ തരത്തിലുള്ള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ പോയി കാണാം. ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഡച്ചുകാർ എന്നാണ് പറയുന്നത്. അത് കാണാനും ഉണ്ട്. ലഞ്ച് കഴിഞ്ഞ് ക്രൂസ് എടുത്തിട്ട് ആംസ്റ്റർഡാമിൻ്റെ സിറ്റിയുടെ നടുവിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. സോ അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കുന്നു. ബിക്കോസ് നമുക്ക് ഇങ്ങനെ ഒന്നാമത് ഹോളണ്ട് ഈസ് ദ ലാൻഡ് ഓഫ് കനാൽസ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ കനാലിലൂടെ വാട്ടർ കണക്ടിവിറ്റി ഉണ്ട്. അവിടെ എത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ക്രൂസ് വന്നു. ആൻഡ് വി സ്റ്റെപ്ഡ് ഇൻ. ഹെഡ്സെറ്റ് അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി നമുക്ക് തരുന്നത്. നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ ഇവിടുത്തെ മേജർ ലൊക്കേഷൻസ് ഒക്കെ വാട്ടർ കനാൽസ് ത്രൂ കണക്റ്റഡ് ആണ്. നമ്മൾ പാരീസിൽ കണ്ടത് സെയിൻ നദിക്ക് ചുറ്റും പാരീസ് സിറ്റി ഉള്ളതാണ്. ബട്ട് ഇവിടെ കനാൽസ് ത്രൂ ആണ് ഈ സിറ്റി കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇവിടുത്തെ മേജർ ബിൽഡിങ്സ് ആണെങ്കിലും ബാങ്ക് പിന്നെ ഫ്ലീ മാർക്കറ്റ്സ് ഒക്കെ നമുക്ക് ഈ ക്രൂസിൽ പോകുമ്പോൾ കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ ബിൽഡിങ്സിന്റെ കളർ കോമ്പിനേഷനും സ്ട്രക്ചറൊക്കെയാണ്. നല്ല രസമാണ് കാണാൻ. അത് തന്നെ ഇതെന്ന് തോന്നുന്ന കുറേ ബിൽഡിങ്സ്, പക്ഷെ എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ടോ, ആളുകൾ ബോട്ട് വീടായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ആക്ച്വലി ഇതൊരു വീടാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ 100 വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ്. കണ്ടാൽ പറയില്ല അല്ലേ. ഇതവർ കോൺസ്റ്റന്റ് ആയി റെനോവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചില ബിൽഡിങ്സ് ഉണ്ടാക്കിയ വർഷം അതിൻ്റെ മേലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്നത്. അങ്ങനെ ആംസ്റ്റർഡാം സിറ്റി ക്രൂസ് കഴിഞ്ഞു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആംസ്റ്റർഡാമിൻ്റെ ഒരു കൾച്ചർ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലൊരു
ഒരു വേർത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് തന്ന ഇയർഫോണിൽ അവരിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, കേട്ടുകൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ് സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റി. അപ്പോൾ ഈ ഒരു കനാലിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിറ്റി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള വീടുകളും ബാങ്കുകളും ഒക്കെ നല്ല രസമാണ്. ഒരു കൾച്ചറായിട്ട് നിങ്ങളതൊരു ഫീൽ വരും. അതെന്താന്ന് വെച്ചാൽ അത് നമ്മളിങ്ങനെ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ നോക്കി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു രസം. ലവ് ഇറ്റ്. ഓരോ പുതിയ യൂറോപ്യൻ നഗരങ്ങളും പുതിയ പുതിയ കാഴ്ചകളും എക്സ്പീരിയൻസും ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ആംസ്റ്റർഡാമിലെ കനാലിൽ കൂടിയുള്ള യാത്ര ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത്രയും സ്പെഷ്യലായിരുന്നു. വിത്ത് ദാറ്റ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് വി ആർ വൈൻഡിങ് അപ്പ് അവർ ഡേ ഇൻ ആംസ്റ്റർഡാം. പിന്നെ ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോവാണ്. ബൈ ബൈ. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.